മഞ്ചേരി വാഹനാപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഓട്ടോ ഡ്രൈവർ അബ്ദുൽ മജീദിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി. 10 മണിക്ക് മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിൽ ഖബറടക്കം. ഒരേ കുടുംബത്തിലുള്ള മുഹസീന, തസ്നിമ, റിൻഷ ഫാത്തിമ, റൈഹ ഫാത്തിമ എന്നിവരുടെ മൃതദേഹങ്ങളുടെ പൊതുദർശനം മഞ്ചേരി കിഴക്കേത്തല മദ്രസയിൽ ആരംഭിച്ചു. അപകട കാരണം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമെന്ന് നാട്ടുകാർ ആരോപിച്ച് അവർ പ്രതിഷേധിച്ചു. തഹസീൽദാരുമായി പിന്നീട് നടത്തിയ ചർച്ചയിൽ ഈ സമരം തൽക്കാലം അവസാനിപ്പിച്ചു. സമീർ ബിൻ കരീം കൂടുതൽ വിവരങ്ങൾ നൽകും. സമീർ, പറയൂ. ഈ മഞ്ചേരി വാഹനാപകടത്തിൽ മരിച്ച ഒരു കുടുംബത്തിലെ 4 പേരുടെ പൊതുദർശനം ഇപ്പോൾ ഈ മഞ്ചേരി കിഴക്കേത്തലയിലുള്ള മദ്രസയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മഞ്ചേരി സ്വദേശിനികളായ മുഹസിന, തസ്നീമ, ഈ തസ്നീമയുടെ മക്കളായ റിൻഷ ഫാത്തിമ, റൈഹ ഫാത്തിമ തുടങ്ങിയ ഇങ്ങനെ 4 പേരുടെ പൊതുദർശനമാണ് ഇപ്പോൾ ഈ മഞ്ചേരിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകളാണ് അവസാനമായി ഒരു നോക്ക് കാണാനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മരിച്ച ഓട്ടോ ഡ്രൈവർ അബ്ദുൽ മജീദിന്റെ ഖബറടക്കം അല്പസമയത്തിനകം തന്നെ മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിൽ നടക്കും. അദ്ദേഹത്തിന്റെ പൊതുദർശനം വീട്ടിലാണ് നടന്നത്. അതിനുശേഷം ഇപ്പോൾ ഖബറടക്കത്തിന് വേണ്ടി മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. വളരെ ദാരുണമായ അപകടം ഇന്നലെ വൈകുന്നേരമാണ് നടക്കുന്നത്. ഈ അബ്ദുൽ മജീദ് ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് ഈ കർണാടകയിൽ നിന്നും കർണാടകയിൽ നിന്നും ശബരിമലയിലേക്ക് പോവുകയായിരുന്ന ഭക്തർ സഞ്ചരിച്ച വാഹനം ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും 5 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല. മറ്റു 4 പേർ, അതായത് ഈ തസ്നീമയുടെ ഒരു കുട്ടിയടക്കമുള്ള മറ്റു 5 പേർ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആകെ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന കുട്ടികളടക്കം 9 പേരും ഒപ്പം തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറുമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അപകടം നടന്ന ഈ പറയപ്പെടുന്ന സ്ഥലം സ്ഥിരം അപകട മേഖലയാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുന്നേ ഒരു യുവാവും ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥലത്ത് നിരവധി അപകടങ്ങൾ നടന്നതായി നാട്ടുകാർ പറയുന്നു. പ്രധാനമായി നാട്ടുകാർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ റോഡ് പുതുതായി അറ്റകുറ്റപ്പണികൾ നടത്തി റീടാറിംഗ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയധികം മിനുസപ്പെട്ട ഒരു റോഡായതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ തന്നെ അമിത വേഗതയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്പീഡ് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ വേണമെന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ഈ ഒരു ആവശ്യം പലതവണ പരാതിയായി പറഞ്ഞെങ്കിലും ആരും പരിഗണിച്ചില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു ജീവൻ പൊലിയുന്ന സാഹചര്യം ഉണ്ടായതെന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഈ അപകടത്തിൽ മരിച്ച അബ്ദുൽ മജീദിന്റെ മകളുടെ നിക്കാഹ് ഇന്ന് നടക്കാനിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ഈ ഒരു അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. തുടർന്ന് ഈ പരിപാടി മാറ്റിവെക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ മരിച്ച തസ്നീമയും ഒപ്പം തന്നെ അവരുടെ 2 മക്കളും ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇവരുടെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുകയാണ്. അവിടെ സന്ദർശനത്തിന്റെ ഭാഗമായി അവിടെ പോകുകയും ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് നാട്ടിലേക്ക് മടങ്ങിയേക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ തസ്നീമയുടെ ഉമ്മാനെ കാണുന്നതിന് വേണ്ടി ഇവർ വിദേശത്ത് നിന്നെത്തിയ സാഹചര്യത്തിൽ കാണാൻ വേണ്ടി പോവുകയായിരുന്നു. മിഠായിയും ഒക്കെ തന്നെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന മിഠായിയും ഒക്കെ തന്നെ കയ്യിൽ കരുതി അവരെ കാണാൻ പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഇനി ഈ കുടുംബത്തിൽ നിന്നും തസ്ലീമയുടെ മാതാവും മറ്റുള്ളവരും ഒക്കെ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവർക്കും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ ഒരു പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ഈ തസ്ലീമയുടെ 2 മക്കൾ മരിച്ചെങ്കിലും റൈഹാൻ എന്ന് പറയുന്ന ഒരു കുട്ടി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഭർത്താവ് വിദേശത്തുമാണ്. ഇങ്ങനെ വളരെ സങ്കടകരമായ ദയനീയമായ ഒരു അവസ്ഥക്കാണ് നിലവിൽ മഞ്ചേരി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊതുദർശനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതായത് മയ്യത്ത് നമസ്കാരം ഇടയ്ക്കിടെ നടക്കുന്നുണ്ട്. അതിനുള്ള ഇടവേളകളിൽ പൊതുദർശനവും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ധാരാളം സ്ത്രീകളും ഒപ്പം തന്നെ ഇവരുടെ ബന്ധുക്കളും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഇവരുടെ എല്ലാവരുടെയും തന്നെ ഖബറടക്കം നടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ മജീദിന്റെ ഖബറടക്കം അല്പസമയത്തിനകം തന്നെ മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിൽ നടക്കും. മറ്റുള്ള ഈ തസ്ലീമയുടെയും 2 മക്കളുടെയും ഖബറടക്കം നടക്കുക കാളികാവ് വെള്ളയൂർ ജുമാ മസ്ജിദിലാണ്. അവരുടെ വിവാഹം ചെയ്ത് അയച്ചത് ഈ കാളികാവിലേക്കാണ്. അവിടെ
ഇന്നലെയാണ് ഈ ഖബറടക്കം നടക്കുക. അതോടൊപ്പം തന്നെ മൂസിനിയുടെ ഖബറടക്കം മഞ്ചേരി താമരശ്ശേരി ജുമാ മസ്ജിദിലാണ്. ഇവരെയും ഇങ്ങോട്ടേക്കാണ് വിവാഹം ചെയ്ത് അയച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഖബറടക്കത്തിന്റെ കാര്യങ്ങൾ കടക്കുകയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു സങ്കടകരമായ കാഴ്ചക്കാണ് മഞ്ചേരി സാക്ഷ്യം വഹിക്കുന്നത്. നിങ്ങളെ മഞ്ചേരിക്ക് ഒരു പക്ഷേ ദുഃഖവെള്ളി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു അപകടം ഉണ്ടാകുന്നു, അപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ പോകുന്നു. അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർ നൊമ്പരമായി മാറുന്ന ഒരു ദയനീയ കാഴ്ചക്കാണ് മഞ്ചേരി ഇന്നലെ രാത്രിയിലും ഒപ്പം തന്നെ ഇപ്പോഴും സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. മഞ്ചേരിയിൽ നടന്ന വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം കബറടക്കാനുള്ള ഇതിനു മുമ്പുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. സമീർ ബിൻ കരീമാണ് റിപ്പോർട്ട് നൽകിയത്. വളരെ സങ്കടകരമായ കാര്യമാണ്. മിനിഞ്ഞാന്നാണ് ഈ അപകടം ഉണ്ടായത്. ഓട്ടോറിക്ഷയും മിനി ബസ്സും കൂട്ടിയിടിച്ചാണ് 5 പേർ മരിച്ചത്. അതിൽ ഇന്നലെയാണ് അപകടം ഉണ്ടായത്. ഇതിൽ 2 കുട്ടികളും ഓട്ടോറിക്ഷ ഡ്രൈവറും 2 സ്ത്രീകളും മരിച്ചു. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത്.